എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. തവ പാദാരവിന്ദം ശരണാഗതം വാസുദേവം ജഗത്സർവം. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. പാദാരവിന്ദം ശരണാഗതം. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. തവ പാദാരവിന്ദം ശരണാഗതം വാസുദേവം ജഗത്സർവം. പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലേശമനിശം ഹൃദി ഭാവയാമി. ശ്രീമദ് ഭാഗവതത്തിലെ ഒന്നാമത്തെ സ്കന്ധത്തിൽ ഒന്നാമത്തെ അധ്യായത്തിലെ 5-ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥവും സാരം പറയാം. ശ്ലോകം 5. തയേകദാതു മുനയ പ്രാതർഹോദഹുദാഗ്നയ തൽസത്കൃതം സൂതമാസീനം പ്രപ്രച്ഛുരിതമാദരാത്. തയേകദാതു മുനയ പ്രാതർഹോദഹുദാഗ്നയ സത്കൃതം സൂതമാസീനം പ്രപ്രച്ഛുരിതമാദരാത്. പ്രാത രാവിലെ, ഹുദഹുദാഗ്നയ ഹോമിക്കപ്പെട്ട ഹോമാഗ്നികളോടുകൂടിയ, തേ മുനയ ആ മഹർഷിമാർ, ഏകദ ഒരിക്കൽ, ആസീനം സുഖമായിരിക്കുന്നവനും, സത്കൃതം സൽക്കരിക്കപ്പെട്ടവനുമായ, സുതം സുതനോട്, ഇതം ഇതിനെ, ആദരത്തോടെ പ്രപ്രച്ഛുത ചോദിച്ചു. ഒരു നാൾ ആ മുനിമാർ പ്രാതകാലത്ത് സ്നാനാദി നിത്യകർമ്മങ്ങൾ കഴിച്ച് നിത്യാഗ്നിഹോത്രവും ചെയ്ത ശേഷം സന്തോഷത്തോടുകൂടിയിരിക്കുന്ന സൂതൻ്റെ സമീപത്ത് ചെന്ന് സൽക്കരിച്ച ശേഷം ആദരത്തോടെ ചോദിച്ചു. ശ്ലോകം 6. ഋഷയവോജു ത്വയാ ഖലു പുരാണാനി സേതിഹാസാനി ചാനഘ ആഖ്യാതാന്യപ്യധീതാനി ധർമ്മശാസ്ത്രാണി യാന്യുത. ത്വയാ ഖലു പുരാണാനി സേതിഹാസാനി ചാനഘ ആഖ്യാതാന്യപ്യധീതാനി ധർമ്മശാസ്ത്രാണി യാന്യുത. അനഘ ഹേ അഖരഹിത, ത്വയാ നിന്നാൽ, സേതിഹാസാനി ഇതിഹാസങ്ങളോടുകൂടിയ, പുരാണാനി പുരാണങ്ങളും, യാനി ധർമ്മശാസ്ത്രാണി ഉദ യാതൊരു ധർമ്മശാസ്ത്രങ്ങളെയും, അധീതാനി പഠിക്കപ്പെട്ടു, അപി എന്നു തന്നെയല്ല, ആഖ്യാതാനി പറയപ്പെടുകയും ചെയ്തു. ഋഷിമാർ പറഞ്ഞു, ആവശ്യമുള്ള സംഗതിയെ ചോദിപ്പാൻ ഭാവിക്കുന്ന ഋഷികൾ സൂതന് ധർമ്മശാസ്ത്രാദികളെല്ലാം നന്നായി അറിവുണ്ടെന്ന് ഇന്നു മുതൽ 3 പദ്യം കൊണ്ട് സൂചിപ്പിക്കുന്നു. പരിശുദ്ധമായ അന്തരംഗമുള്ള ഹേ സൂത, ഭാരതാദികളായ ഇതിഹാസങ്ങളും പുരാണങ്ങളും ധർമ്മശാസ്ത്രങ്ങളും എല്ലാം നീ നന്നായി അറിഞ്ഞിരിക്കുന്നു എന്നു മാത്രമല്ല, അന്യരെ ധരിപ്പിക്കുവാനായി അവയുടെ അർത്ഥം ഏവർക്കും അറിയത്തക്ക വിധം വ്യാഖ്യാനിക്കൂടെ ചെയ്തിട്ടുണ്ടല്ലോ. ശ്ലോകം 7. യാനി വേദവിദാം ശ്രേഷ്ഠോ ഭഗവാൻ ബാദരായണ അന്യേജ മുനയസൂത പരാപരവിദോ വിദോ. യാനി വേദവിദാം ശ്രേഷ്ഠോ ഭഗവാൻ ബാദരായണ അന്യേജ മുനയസൂത പരാപരവിദോ വിദോ. അല്ലയോ സൂത, വിദാം അറിവുള്ളവരിൽ വെച്ച് ശ്രേഷ്ഠ ഉത്കൃഷ്ടനായ ഭഗവാൻ ബാദരായണ മഹിമയേറിയ വ്യാസൻ, യാനി യാതൊന്നുകളെ, വേദ അറിഞ്ഞുവോ, പരാപരവിദ പരത്തെയും അപരത്തെയും അറിയുന്ന, അന്യേ മുനയ ച മറ്റു മുനികളും, യാനി യാതൊന്നുകളെ, വിദ്വു അറിഞ്ഞിരിക്കുന്നുവോ, വിദ്വാൻമാരുടെ സംഘത്തിൽ ഏറ്റവും ഉത്കൃഷ്ടനായ വ്യാസമുനിയും, സഗുണ നിർഗുണ ബ്രഹ്മസ്വരൂപത്തെ വേണ്ടതുപോലെ അറിവുള്ള മറ്റു മുനിമാരും,
ഏതെല്ലാം അറിഞ്ഞിരിക്കുന്നുവോ. ശ്ലോകം 8. വേദത്വം സൗമ്യതത്സർവം തത്വത സദനുഗ്രഹാ ബ്രൂയോ സ്നിഗ്ധസ്യ ശിഷ്യസ്യ ഗുരവോ ഗുഹ്യമപ്പുത. വേദത്വം സൗമ്യതത്സർവം തത്വത സദനുഗ്രഹാത് ഭൂയോ സ്നിഗ്ധസ്യ ശിഷ്യസ്യ ഗുരവോ ഗുഹ്യമപ്യുത. സൗമ്യ, ഹേ ശാന്ത സ്വഭാവ, തൽസർവം അതൊക്കെയും, തദനുഗ്രഹാത് അവരുടെ അനുഗ്രഹം ഹേതുവായിട്ട്, തത്വത തെറ്റുകൂടാതെ, ത്വം നീ, വേദ അറിയുന്നു, ഗുരവ ഗുരുക്കൾ, സ്നിഗ്ധസ്യ വാത്സല്യമുള്ള, ശിഷ്യസ്യ ശിഷ്യന്, ഗുഹ്യം അഭി രഹസ്യകാര്യമും, ബ്രൂയു പറയും, ഉദ നിശ്ചയം. ഹേ സാധുശീല, ആ വകയൊക്കെയും ആചാര്യന്മാരുടെ അനുഗ്രഹം നിന്നിലുണ്ടായതുകൊണ്ടാണ്. അവരുടെ ഉപദേശപ്രകാരം നീയും അറിഞ്ഞിരിക്കുമല്ലോ. സ്നേഹമുള്ള ശിഷ്യരോട് ആചാര്യന്മാർ സാധാരണ ജനങ്ങളോട് പറയാൻ പാടില്ലാത്തതായ രഹസ്യകാര്യം കൂടെ തീർച്ചയായും പറയും. ശ്ലോകം 9. തത്ര തത്രാഞ്ജസായുഷ്മൻ ഭവദായദ്വിനിശ്ചിതം പുംസാമേകാന്തശ്രേയ തന്ന ശംസിതുമർഹസി. തത്ര തത്രാഞ്ജസായുഷ്മൻ ഭവദായദ്വിനിശ്ചിതം പുംസാമേകാന്തശ്രേയ സന്ന ശംസിതുമർഹസി. ആയുഷ്മൻ, ഹേ ദീർഘായുസുള്ള സൂത, തത്ര തത്ര അതാതിൽ, പുംസാം പുമാന്മാർക്ക്, ഏകാന്തത നാശമില്ലാത്തതായ, ശ്രേയ ശ്രേയസ്സിനുള്ള സാധനം, ഭവത ഭവാനാൽ, വിനിശ്ചിതം നിശ്ചയിക്കപ്പെട്ടത്, യത് യാതൊന്നോ, തത് അത്, ന ഞങ്ങളോട്, അഞ്ജസ പരമാർത്ഥമായിട്ട്, ശംസിതും പറവാനായിക്കൊണ്ട്, അർഹസി അർഹിക്കുന്നു. ഹേ ആയുഷ്മൻ, അതാത് ഗ്രന്ഥത്തിൽ നിന്നും മനുഷ്യർക്ക് നാശരഹിതമായ ശ്രേയസ്സിനെ സാധിക്കുന്നതിന് മതിയായ അനുഷ്ഠാനം ഏതാണെന്ന് ഭവാൻ നിശ്ചയിച്ചിരിക്കുന്നുവോ അതിനെ ആർജവത്തോടുകൂടി ഞങ്ങളോട് പറയണം. വക്താവായ സൂതന് ദീർഘായുസിനെ അനുഗ്രഹദ്വാര നൽകിയിരിക്കുന്നുവെന്നാണ് ആയുഷ്മൻ എന്ന സംബോധനയുടെ അഭിപ്രായം. ശ്ലോകം 10. പ്രായേണാൽപായുഷസഭ്യ കലാവസ്മിൻ യുഗേ ജനാ മന്ദാസു മന്ദമതയോ മന്ദഭാഗ്യാഹ്യുപദ്രുത ഭൂരിണി ഭൂരി കർമാണി ശ്രോതവ്യാനി വിഭാഗശഃ. പ്രായേണാൽപായുഷസഭ്യ കലാവസ്മിൻ യുഗേ ജനാഃ മന്ദാസു മന്ദമതയോ മന്ദഭാഗ്യാഹുപുദ്രുതാഃ ഭൂരിണി ഭൂരി കർമാണി ശ്രോതവ്യാനി വിഭാഗശഃ. സഭ്യ സഭയിൽ, യോഗ്യനായുള്ളോനെ, അസ്മിൻ കലോ യുഗേ ഈ കലിയുഗത്തിൽ, ജനങ്ങൾ, പ്രായേണ മിക്കതും, അല്പായുഷഃ അല്പമായ ആയുസ്സുള്ളവർ, മന്ദാഹ ഉത്സാഹമില്ലാത്തവർ, സുമന്ദതയഃ ഏറ്റവും കുറഞ്ഞ ബുദ്ധിയുള്ളവർ, മന്ദഭാഗ്യാഹ ഭാഗ്യം കുറഞ്ഞവർ, ഉപദ്രുതാഹ ഉപദ്രവം അനുഭവിക്കുന്നവർ ആകുന്നു നിശ്ചയം. ഭൂരികർമാണി ബഹുക്കളായ കർമ്മങ്ങളോടുകൂടിയതും, വിഭാഗശഃ വെവ്വേറെ, ശ്രോതവ്യാനി കേൾപ്പാൻ യോഗ്യങ്ങളുമായ ശാസ്ത്രങ്ങൾ, ഭൂരിണി അസംഖ്യങ്ങൾ. ഹേ സഭ്യനായുള്ളവനെ, ഈ കലിയുഗത്തിൽ പ്രായേണ ജനങ്ങൾ അല്പായുസുകളും ഉത്സാഹം കുറഞ്ഞവരും നന്നേ ബുദ്ധിയില്ലാത്തവരും ഭാഗ്യമില്ലാത്തവരും രോഗാദി ഉപദ്രവം അനുഭവിക്കുന്നവരുമായിട്ടല്ലേ കാണപ്പെടുന്നത്. അനേകം കർമ്മങ്ങളെ അനുഷ്ഠാനയോഗ്യങ്ങളായി പറയുന്നവയും പ്രത്യേകം കേൾക്കേണ്ടവയുമായ ശാസ്ത്രങ്ങളോ അനന്തങ്ങൾ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. തവ പാദാരവിന്ദം ശരണാഗതം
വാസുദേവം ജഗത്സർവം. ഓം ശാന്തി ശാന്തി ശാന്തി.